1001 രാവുകൾ തുടർന്ന് കേൾക്കാം. മകൻ്റെ രോഗം മാറുന്ന കാര്യമായതിനാൽ ആ പിതാവ് യാത്രയ്ക്കുള്ള അനുമതി നൽകിയിരുന്നല്ലോ. അദ്ദേഹം പറഞ്ഞു, വളരെ അകലെയല്ലാതെ കാടുകളുണ്ട്. അവിടെ പോയിട്ട് പിറ്റേന്ന് സന്ധ്യയോടെ തിരിച്ചെത്തണം. മർസവാനും കുമാരനും അത് സമ്മതിച്ചു. നായാട്ടുകാരോടും അംഗരക്ഷകരോടുമൊപ്പം അവർ യാത്ര തിരിച്ചു. അന്ന് രാത്രിയിൽ കച്ചവട സംഘങ്ങൾക്ക് താമസിക്കാൻ വേണ്ടി നിർമ്മിച്ച ഒരു സത്രത്തിൽ കഴിച്ചുകൂട്ടി. പക്ഷേ മർസവാൻ ഉറങ്ങിയിരുന്നില്ല. നേരം പുലരുന്നതിന് മുമ്പ് തന്നെ കുമാരനെ വിളിച്ചുണർത്തി. ഭടന്മാരെയും മറ്റും ഉണർത്താതെ അവിടെ നിന്നും അവർ രക്ഷപ്പെട്ടു. കുറച്ചു ദൂരം ചെന്നപ്പോൾ മർസവാൻ കുമാരൻ്റെ വസ്ത്രം ഊരി വാങ്ങിയിട്ട് മറ്റൊന്ന് ധരിക്കാൻ കൊടുത്തു. കുമാരന് അയാൾ ചെയ്യുന്നത് മനസ്സിലായില്ലെങ്കിലും അനുസരിച്ചു. വീണ്ടും കുറച്ചു ദൂരം കുതിരപ്പുറത്ത് പോയി. ഒരു കാടിൻ്റെ സമീപമെത്തിയപ്പോൾ കുതിരയെ വധിച്ചു. കുമാരൻ്റെ വസ്ത്രം കീറി മുറിച്ചിട്ട് അതിൻ്റെ രക്തം പുരട്ടി. വസ്ത്രം കുറച്ചകലെയല്ലാതെ വഴിയിലിട്ടു. ഇതെല്ലാം നോക്കി നിന്ന കുമാരനോടായി അദ്ദേഹം പറഞ്ഞു, നമ്മൾ ഇങ്ങനെ ചെയ്തില്ല എങ്കിൽ നേരം പുലരുമ്പോൾ അങ്ങയെ അന്വേഷിച്ച് നായാട്ട് സംഘം എത്തും, നമ്മളെ കണ്ടുപിടിക്കും. കുമാരൻ്റെ രക്തം പുരണ്ട വസ്ത്രം കണ്ടാൽ കുമാരനെ വന്യമൃഗങ്ങൾ ആക്രമിച്ചെന്നുള്ള വാർത്ത രാജധാനിയിലെത്തും. രാജാവിന് ദുഃഖം തോന്നുകയും ചെയ്യും. എന്നാലും വധിക്കപ്പെട്ട മകനെ അന്വേഷിക്കാൻ ഉത്തരവിടുകയില്ല എന്ന് ഉറപ്പാണ്. അതിനാൽ നമുക്ക് ഭയം കൂടാതെ യാത്ര തുടരാം. ക്രൂരമായ പ്രവൃത്തിയാണെങ്കിലും തൻ്റെ പ്രിയതമയെ ദർശിക്കാനാണല്ലോ എന്ന് കരുതി കുമാരൻ സമാധാനിച്ചു. കുറേ ദിവസത്തെ യാത്രയ്ക്ക് ശേഷം ചീനയുടെ തലസ്ഥാന നഗരിയിൽ എത്തിച്ചേർന്നു. ഒരു സത്രത്തിൽ അവർ മുറിയെടുത്ത് കുമാരൻ്റെ ക്ഷീണം മാറ്റി. കുമാരനെ ഒരു ജ്യോത്സ്യൻ്റെ വേഷമണിയിച്ചു. കൊട്ടാരത്തിൽ പ്രവേശിക്കുമ്പോൾ ഏത് രീതിയിൽ പെരുമാറണമെന്നുള്ളതും മറ്റും പറഞ്ഞു കൊടുത്തിട്ട് കൊട്ടാരവാതിലിൽ എത്തിച്ചു. പിന്നീട് മർസവാൻ അവിടെ നിന്നും മടങ്ങി. ഖമർ അൽ സൽമാൻ കൊട്ടാര കവാടത്തിൽ എത്തിയിട്ട് ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഞാൻ പ്രശസ്തനായ ജ്യോതിഷകനാണ്. രാജകുമാരിയുടെ രോഗം സുഖപ്പെടുത്താൻ ഞാൻ തയ്യാറാണ്. അതിൽ പരാജയപ്പെട്ടാൽ ശിരസ് നൽകാനും വിജയിച്ചാൽ കുമാരിയെ വിവാഹം കഴിക്കാനുമാണ് എത്തിയിരിക്കുന്നത്. ഈ സംസാരം കേട്ട് നഗരവാസികൾ ചുറ്റും കൂടി. പലരും ആ യുവാവിനെ പിന്തിരിപ്പിക്കാൻ നോക്കി. ഈ പ്രായത്തിൽ നിങ്ങളുടെ പ്രാണൻ എന്തിനു കളയണം? എന്തെല്ലാം പറഞ്ഞെങ്കിലും പക്ഷേ ജ്യോതിഷവേഷധാരിയായ കുമാരൻ പിന്തിരിയാൻ തയ്യാറായില്ല. കാവൽക്കാരനിലൂടെ വിവരമറിഞ്ഞ ചക്രവർത്തി പറഞ്ഞു, 100-ൽ പരം ആളുകളുടെ ശിരസ് ഇതിനോടകം വെട്ടിമാറ്റി. ഇപ്പോൾ ആരും പരീക്ഷണത്തിന് തയ്യാറായി ഇവിടെ എത്താറില്ല. പക്ഷേ ഇതാ ഒരു വിവേകമില്ലാത്തവൻ പ്രാണൻ കളയാൻ വേണ്ടി എത്തിയിരിക്കുന്നു. അദ്ദേഹം മുഖ്യമന്ത്രിയോട് ജ്യോത്സ്യനെ കൂട്ടിക്കൊണ്ടുവരാൻ കൽപ്പിച്ചു. കുമാരൻ രാജാവിനെയും മന്ത്രിമാരെയും വണങ്ങി. രാജാവിന് ഈ യുവാവിനെ കണ്ടപ്പോൾ മനസ്സലിഞ്ഞു. അദ്ദേഹം പറഞ്ഞു, യുവാവേ, താങ്കൾ പറയുന്നത് ഞാൻ കേട്ടു. അത് ഞാൻ സ്വീകരിക്കേണ്ടതാണ്. പക്ഷേ മറ്റു ശിരസുകളുടെ കൂട്ടത്തിൽ താങ്കളുടെ ശിരസും തൂക്കണമല്ലോ എന്നുള്ളത് ഓർക്കുവാൻ കൂടി കഴിയുന്നില്ല. താങ്കൾ ഈ ഉദ്യമത്തിൽ നിന്നും പിന്തിരിയണം. ഇല്ല എങ്കിൽ വിഷമത്തോടെയാണെങ്കിലും ശിരച്ഛേദത്തിന് എനിക്ക് ഉത്തരവിടേണ്ടി വരും. അപ്പോൾ ജ്യോതിഷവേഷധാരിയായ കുമാരൻ പറഞ്ഞു, അങ്ങുന്നേ, ഈ മഹാമനസ്കതയ്ക്ക് നന്ദിയുണ്ട്. പക്ഷേ ഞാൻ ഇതിൽ നിന്നും പിന്മാറുകയില്ല. പിന്നീട് രാജാവ് ഒന്നും പറഞ്ഞില്ല. കുമാരിയുടെ സമീപത്തേക്ക് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോകാൻ ഭടനോട് ആജ്ഞാപിച്ചു. കുമാരിയുടെ മുറിയുടെ വാതിലിൻ്റെ മുന്നിലുള്ള വിശാലമായ മുറി ആ ഭടൻ തുറന്നു. അപ്പോൾ കുമാരൻ ഭടനോട് ചോദിച്ചു, നിങ്ങളുടെ കുമാരിയുടെ രോഗം ഞാൻ കാണാതെ സുഖപ്പെടുത്തണോ അതോ കണ്ടുവേണോ? ഭടന് അപ്പോൾ ചിരിയാണ് വന്നത്. എത്രയോ ആളുകളുടെ തലയാണ് മുറിച്ച് മാറ്റപ്പെട്ടത്. എന്നിട്ടും വീമ്പിളക്കുന്നു. താങ്കൾക്ക് ഏത് രീതിയിലും സുഖപ്പെടുത്താമെന്ന് ഭടൻ പറഞ്ഞു. എന്നാൽ ഞാൻ കുമാരിയെ കാണാതെ രോഗം സുഖപ്പെടുത്താമെന്ന് പറഞ്ഞിട്ട് മർസവാൻ ഏൽപ്പിച്ചിരുന്ന എഴുത്തോലയെടുത്ത് ഒരു കത്ത് തയ്യാറാക്കി. അന്ന് നടന്ന സംഭവങ്ങൾ വിവരിച്ചുകൊണ്ടുള്ളതായിരുന്നു കത്ത്. മുറിക്ക് പുറത്ത് മറുപടിക്കായി കാത്തു നിൽക്കുകയാണെന്നും മറുപടി കിട്ടിയില്ലെങ്കിൽ ഗളച്ഛേദമാണ് ഫലമെന്നും അറിയിച്ചു.
ഇത്രയും എഴുതി ഭടൻ കാണാതെ കത്തിനൊപ്പം മോതിരവും വെച്ച് അദ്ദേഹത്തെ ഏൽപ്പിച്ചു. ഇത് നിന്റെ യജമാനത്തെ ഏൽപ്പിക്കുക. കത്ത് വായിച്ചാലുടൻ അവരുടെ രോഗം മാറുമെന്നും പറഞ്ഞു. അപ്പോഴും ഭടന് ചിരിയാണ് വന്നത്. കത്ത് വാങ്ങി കുമാരിയുടെ മുറി തുറന്ന് അകത്ത് കയറി. അവശയായി കിടന്ന കുമാരിയെ കത്ത് ഏൽപ്പിച്ചു. അവിടുത്തെ ചികിത്സയ്ക്കായി പുതിയ ഒരു ജ്യോതിഷി വന്നിട്ടുണ്ട്. അദ്ദേഹം തന്നതാണെന്നറിയിച്ചു. അലസമായി കുമാരി കത്ത് വാങ്ങി. അപ്പോഴേക്കും മോതിരം അവളുടെ മടിയിൽ വീണു. ഉടൻ തന്നെ കിടക്കയിൽ നിന്നും ചാടി എഴുന്നേറ്റ് കുമാരി വെളിയിലേക്ക് ഓടി. അവിടെ ശ്വാസം പിടിച്ചു നിന്ന കുമാരനെ കെട്ടിപ്പുണർന്നു. ഇത് കണ്ട ഭടൻ കൊട്ടാരത്തിലേക്ക് ഓടുകയായിരുന്നു. പിന്നീട് ചക്രവർത്തിയും അനുചരന്മാരും കുമാരിയുടെ സമീപമെത്തി. രാജാവ് ആ യുവാവിനോട് ചോദിച്ചു, താങ്കൾ ആരാണ്? ജോത്സ്യൻ്റെ വേഷം ധരിച്ചിരിക്കുന്നുവെങ്കിലും നിങ്ങൾ അതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഖമർ അൽ സൽമാൻ ഉണ്ടായ സംഭവങ്ങൾ വിവരിച്ചു. അന്ന് തന്നെ വിവാഹ ചടങ്ങുകൾ നടത്താൻ ഉത്തരവിട്ടു. 1 മാസം നീണ്ടുനിന്നു ആഘോഷങ്ങൾ. നാളുകൾ കഴിഞ്ഞു. അങ്ങനെയിരിക്കെ ഖമർ സൽമാൻ തൻ്റെ പിതാവ് മരണക്കിടക്കയിലാണെന്ന് സ്വപ്നം കണ്ടു. ഈ വിവരം കുമാരിയെ അറിയിച്ചു. കുമാരിക്കും ആ പിതാവിനെ കാണാൻ ആഗ്രഹം തോന്നി. തന്നെയും ഒപ്പം കൂട്ടണമെന്ന് അറിയിച്ചു. കുമാരി പിതാവിനോട് കാര്യങ്ങൾ വിവരിച്ചു. പുത്രിയെ പിരിഞ്ഞിരിക്കുന്നത് ബുദ്ധിമുട്ടുണ്ടാക്കുമെങ്കിലും 1 വർഷത്തിനകം തിരികെ എത്തണമെന്ന വ്യവസ്ഥയിൽ പോകാൻ അനുവാദം കൊടുത്തു. കുറച്ച് ഭടന്മാരോടൊപ്പം അവരെ യാത്രയാക്കി. ക്ഷീണം മാറ്റാൻ വഴിയരികിൽ വിശ്രമത്തിനായി ഒരു കൂടാരം നിർമ്മിച്ചു. ക്ഷീണിതയായ കുമാരി കിടക്കുന്നതിന് മുമ്പ് തൻ്റെ അരപ്പട്ട അഴിച്ച് അരികിൽ വെച്ചിട്ട് ഉറങ്ങാൻ കിടന്നു. ക്ഷീണത്താൽ കുമാരി ഉറങ്ങിപ്പോയി. കുമാരൻ സംഘത്തിൻ്റെ വിശ്രമത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം ശരിയായോ എന്ന് പരിശോധിച്ച ശേഷം കുമാരിയുടെ സമീപമെത്തി. അപ്പോൾ അവളുടെ അരികിൽ അരപ്പട്ട കണ്ടു. കൗതുകത്തോടെ അത് പരിശോധിച്ചു കൊണ്ടിരിക്കുമ്പോൾ പട്ടിൽ എന്തോ പൊതിഞ്ഞ് അതിൽ കെട്ടിയിരിക്കുന്നു. എന്താണെന്നറിയുന്നതിന് വേണ്ടി വെളിച്ചമുള്ള സ്ഥലത്തേക്ക് നീങ്ങി. അത് അഴിച്ചു നോക്കിയപ്പോൾ ഒരു തുണിസഞ്ചി. അതിൻ്റെ ഉള്ളിൽ ഒരു രത്നം. അതിൽ എന്തൊക്കെയോ എഴുതിയിരിക്കുന്നു. അത് ചീനാരാജ്ഞി മകളെ അത്യാപത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി ഏതോ മന്ത്രവാദിയെക്കൊണ്ട് നിർമ്മിച്ച ഒരു മാന്ത്രിക കവചമായിരുന്നു. ആ കല്ല് വെളിയിൽ കൊണ്ടുവന്ന് സൂക്ഷിച്ചു നോക്കിക്കൊണ്ടിരിക്കെ ചീറിപ്പാഞ്ഞു വന്ന ഒരു പക്ഷി അതുമായി പറന്നുയർന്നു. അതിൻ്റെ പിറകെ കുമാരൻ ഓടാൻ തുടങ്ങി. ഓടിയോടി ദിവസങ്ങൾ പോയതറിഞ്ഞില്ല. കുമാരന് തിരികെ വരാനുള്ള വഴിയും അറിയില്ല. രത്നവും കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു. കുമാരന് കുറ്റബോധം തോന്നി. താൻ കാണിച്ചത് വലിയ മണ്ടത്തരമാണ്. രത്നം നഷ്ടപ്പെട്ടതിന് കുമാരിയോട് ക്ഷമ ചോദിച്ചാൽ മതിയായിരുന്നു. കുമാരൻ ദുഃഖത്തോടെ ലക്ഷ്യമില്ലാതെ നടന്ന് ഒരു തുറമുഖത്തെത്തി. അവിടെ നിന്നും നടന്ന് ഒരു പൂന്തോട്ടത്തിലെത്തി. അവിടെയുള്ള പൂന്തോട്ടം നോക്കി നടത്തുന്നത് ഒരു വൃദ്ധനാണ്. അയാൾ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി. ഇനി 1 വർഷം കഴിയാതെ തൻ്റെ ഭാര്യയുടെ സമീപം എത്താൻ കഴിയുകയില്ലെന്ന് അദ്ദേഹം അറിയിച്ചു. കാരണം വർഷത്തിൽ ഒരിക്കലേ കപ്പലുള്ളൂ. ഈ വർഷത്തെ കപ്പൽ പോയിക്കഴിഞ്ഞു. ഇനി അടുത്ത വർഷമേ വരികയുള്ളൂ. ഞാൻ ഒറ്റയ്ക്കാണ് താമസം. ഇവിടെ എൻ്റെയൊപ്പം താമസിക്കാം. താങ്കളെ അടുത്ത കപ്പലിൽ കയറ്റി അയക്കുന്നതിന് വേണ്ടതെല്ലാം ചെയ്യാം. വൃദ്ധൻ്റെ വാക്കുകൾ കുമാരൻ അനുസരിച്ചു. ഇനി നമുക്ക് കുമാരിയുടെ അവസ്ഥ എന്താണെന്ന് നോക്കാം. കുമാരി ഉറക്കമുണർന്നപ്പോൾ ഭർത്താവിനെ കൂടാരത്തിൽ കാണാനില്ല. അതിനാൽ പരിഭ്രമിച്ച് പരിചാരികമാരെ വിളിച്ചുണർത്തി. മാന്ത്രിക കല്ല് നഷ്ടപ്പെട്ട രീതിയിൽ തൻ്റെ അരപ്പട്ടയും താഴെ കിടക്കുന്നു. കുമാരൻ രത്നവുമായി പോയി കാണുമെന്ന് കരുതി. 2 ദിവസം കഴിഞ്ഞിട്ടും കുമാരൻ തിരികെ എത്തിയിട്ടില്ല. കുമാരനെ കാണാത്ത കാര്യം അംഗരക്ഷകർ അറിഞ്ഞാൽ തൻ്റെയും പരിചാരകമാരുടെയും മാനവും ജീവനും അപകടത്തിലാവും. എന്തെങ്കിലും ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് കുമാരിക്ക് മനസ്സിലായി. ഖമർ അൽ സൽമാൻ്റെ മുഖഛായയുള്ളതിനാൽ കുമാരി പുരുഷവേഷം കെട്ടാൻ തീരുമാനിച്ചു. പരിചാരകരിൽ ഒരാൾ രാജ്ഞിയായി ചമയുകയും ചെയ്തു. മുഖാവരണം ഒരിക്കലും വെളിയിൽ വെച്ച് മാറ്റരുതെന്നും അവളോട് അറിയിച്ചു.
പിറ്റേ ദിവസം ഒന്നും പ്രത്യേകിച്ച് സംഭവിക്കാത്ത രീതിയിൽ അവർ യാത്ര തിരിച്ചു. കരയിലും കടലിലുമായി കുറേ മാസങ്ങൾ അവർ സഞ്ചരിച്ചു. അവർ ഒരു ദ്വീപിൽ എത്തിച്ചേർന്നു. അവിടുത്തെ ഭരണാധികാരി ഒരു വൃദ്ധനായിരുന്നു. തൻ്റെ സുഹൃത്ത് ഷാഹ്സമാൻ്റെ പുത്രൻ ഖമർ അൽ സൽമാൻ പരിവാരസമേതം തുറമുഖത്ത് എത്തിയെന്നറിഞ്ഞപ്പോൾ അദ്ദേഹത്തെ സ്വീകരിച്ച് കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ മുഖ്യമന്ത്രിയെ നിയോഗിച്ചു. 2 ഭരണാധികാരികളും നല്ല സുഹൃത്തുക്കളായിരുന്നു. ഖമർ അൽ സൽമാന് നല്ല രീതിയിലുള്ള വരവേൽപ്പാണ് നൽകിയത്. വിശിഷ്ട അതിഥിയായ അദ്ദേഹത്തിന് കൊട്ടാരത്തിൽ തന്നെ താമസ സൗകര്യം ഏർപ്പെടുത്തി. കുറച്ച് ദിവസത്തെ വിശ്രമത്തിന് ശേഷം ഖമർ അൽ സൽമാൻ യാത്ര പുറപ്പെടാൻ തുടങ്ങിയപ്പോൾ ആ ഭരണാധികാരി ഒരു അപേക്ഷ പുറപ്പെടുവിച്ചു. കുമാര, നിന്റെ പിതാവുമായി വളരെ കാലത്തെ സുഹൃത്ത് ബന്ധമുണ്ട്. അതിനാൽ ഞാൻ പറയുകയാണ്, എനിക്ക് പ്രായം കൂടി വരികയാണ്. ഭരണഭാരം ഇനി ഏറെ കാലം ചുമക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. എനിക്കൊരു മകനില്ല, ഒരു മകൾ മാത്രമേയുള്ളൂ. നീ അവളെ വിവാഹം കഴിച്ച് പിന്നീട് ഈ കിരീടം നിന്റെ ശിരസിൽ വയ്ക്കണമെന്നുമാണ് എൻ്റെ ആഗ്രഹം. കുറച്ച് നാളത്തെ താമസത്തിന് ശേഷം നിന്റെ പിതാവിനെ കാണാൻ വേണ്ടി യാത്ര തിരിക്കാം. ഇത് കേട്ട് കുമാരിക്ക് പൊട്ടിച്ചിരിക്കാൻ തോന്നിയെങ്കിലും പിന്നെ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് മനസ്സിലാക്കി മൗനമായി നിന്നു. രാജാവ് വലിയ ഉത്സാഹത്തോടാണ് വിവാഹക്കാര്യം സംസാരിച്ചത്. വിവാഹം നിഷേധിച്ചാൽ അത് അദ്ദേഹത്തെ പ്രകോപിപ്പിച്ചേക്കും. അത് എൻ്റെയും അനുചരന്മാരുടെയും ജീവൻ തന്നെ അപകടത്തിലാക്കിയേക്കും. ഇപ്പോൾ ഇവിടെ നിന്ന് യാത്ര പുറപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല. ഭർത്താവ് അദ്ദേഹത്തിൻ്റെ വസതിയിൽ എത്താനുള്ള ഏക മാർഗം ഈ ദ്വീപാണ്. ഈ ദ്വീപിൽ സ്പർശിക്കാതെ എവിടെയും പോകാനും കഴിയുകയില്ല. അദ്ദേഹം എത്തുന്നത് വരെയെങ്കിലും ഇവിടെ കഴിയാം. കുറേ ആലോചനകൾക്ക് ശേഷം ഖമർ അൽ സൽമാനായി വന്ന കുമാരി വിവാഹത്തിന് സമ്മതമാണെന്ന് അറിയിച്ചു. ആ രാജാവിൻ്റെ സന്തോഷത്തിന് അതിരുണ്ടായിരുന്നില്ല. അന്ന് തന്നെ സഭ വിളിച്ചുകൂട്ടി പുത്രിയുടെ വിവാഹകാര്യവും രാജാധികാരം മരുമകനിലേക്ക് മാറ്റാനുള്ള തീരുമാനവും അറിയിച്ചു. സഭ ഒരേ സ്വരത്തിൽ അത് അംഗീകരിക്കുകയും ചെയ്തു. വിവാഹം അതിഗംഭീരമായി തന്നെ നടന്നു. ആ മണവാളൻ്റെ മനസ്സ് വളരെയധികം അസ്വസ്ഥമായിരുന്നു. ദിവസത്തിന് പകൽ മാത്രമായിരിക്കണമെന്ന് പോലും അവർ ആഗ്രഹിച്ചു. അങ്ങനെ രാത്രിയായി. പുതുമണവാട്ടി മണവാളനെയും പ്രതീക്ഷിച്ച് മുറിയിലിരുന്നു. എത്ര സമയം ഇരുന്നിട്ടും കുമാരൻ അവിടേക്ക് വന്നില്ല. മണവാട്ടിക്ക് ദേഷ്യവും സങ്കടവും സഹിക്കാവുന്നതിനപ്പുറമായിരുന്നു. ഈ സമയം പ്രഥമരാത്രിയാണെന്ന് പോലും പരിഗണിക്കാതെ രാജ്യകാര്യത്തിൻ്റെ മേൽനോട്ടത്തിലായിരുന്നു കുമാരൻ. കുമാരിയുടെ പിതാവ് നിർബന്ധിച്ചപ്പോൾ മാത്രമാണ് പുരുഷരൂപിയായ കുമാരി ഭാര്യയുടെ സമീപത്തേക്ക് പോയത്. പിറ്റേന്ന് രാവിലെ മകൾ വളരെ ദുഃഖത്തോടെ ഇരിക്കുന്നത് മഹാരാജ്ഞി കണ്ടു. അത് ഭർത്താവിനോട് പറയുകയും ചെയ്തു. രാജാവാകട്ടെ പുഞ്ചിരിയോടെ എല്ലാം ശരിയാകുമെന്ന് അറിയിച്ചു. 2ാമത്തെ ദിവസവും കുമാരിയുടെ മുഖത്ത് കണ്ണുനീരിൻ്റെ ചാലുകൾ കണ്ടു. ഒരു വിങ്ങിപ്പൊട്ടലോടെ കുമാരി തൻ്റെ മാതാവിൻ്റെ തോളിലേക്ക് വീണു. രാജ്ഞിക്ക് എല്ലാം മനസ്സിലായി. അവർ കാര്യങ്ങളെല്ലാം രാജാവിനെ അറിയിച്ചു. അദ്ദേഹത്തിന് വളരെയധികം കോപമുണ്ടായി. അദ്ദേഹം പട്ടമഹിഷിയോട് പറഞ്ഞു, ഇന്ന് കൂടി നോക്കാം. എൻ്റെ മകളെ അവൻ അധിക്ഷേപിച്ചാൽ അതിൻ്റെ പ്രതിവിധി എനിക്കറിയാം. അവനെ രാജാവാക്കിയ എനിക്ക് അത് ഇല്ലാതാക്കാനും അറിയാം. ഞാൻ അവനെ ഒരു പാഠം പഠിപ്പിക്കുന്നുണ്ട്. 3ാം ദിവസവും രാജ്യകാര്യത്തിലാണ് കുമാരൻ ശ്രദ്ധിച്ചത്. പാതിരാത്രി മുറിയിൽ കയറി വന്നിട്ട് മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ കുമാരി പറഞ്ഞു, എന്നെ അങ്ങേക്ക് ഇഷ്ടമായില്ലേ? പിതാവ് എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പ്രതികാരത്തിന് തയ്യാറായിരിക്കുകയാണ്. കുമാരിയുടെ തേങ്ങൽ കൂടി കേട്ടപ്പോൾ ഖമർ അൽ സൽമാൻ വേഷധാരിയായ കുമാരി തറയിൽ നിന്ന് എഴുന്നേറ്റ് അവളുടെ അരികിലിരുന്നു തൻ്റെ ചരിത്രങ്ങൾ വിവരിച്ച് കേൾപ്പിച്ചു. ഭവതി എന്നെ സഹായിക്കണം. ഖമർ അൽ സൽമാൻ നല്ല സൗന്ദര്യത്തിനുടമയാണ്. നിങ്ങൾ അദ്ദേഹത്തെ വിവാഹം കഴിക്കുന്നതിന് എനിക്ക് സമ്മതമാണ്. അന്ന് രാത്രി ആ കുമാരിമാർ 2 പേരും സന്തോഷത്തോടെ നന്നായി ഉറങ്ങി. പിറ്റേന്ന് ഉറക്കമുണർന്നു വന്ന മകളെ കണ്ടപ്പോൾ നല്ല സന്തോഷം തോന്നി.
ഈ ദ്വീപിൽ ഇങ്ങനെ നടക്കുമ്പോൾ അങ്ങകലെ ഖമർ അൽ സൽമാൻ വൃദ്ധനായ തോട്ടക്കാരൻ്റെ ഒപ്പം കഴിയുകയായിരുന്നു. തോട്ടപ്പണിയിൽ ആ വൃദ്ധനെ സഹായിക്കാനും ഒപ്പം കൂടിയിരുന്നു. തോട്ടക്കാരൻ അവിടെ ഇല്ലാത്ത ഒരു ദിവസം തനിക്ക് സംഭവിച്ച ദുരവസ്ഥയെക്കുറിച്ച് ഓർത്ത് ഉലാത്തുകയായിരുന്നു കുമാരൻ. അപ്പോൾ കുറേ പക്ഷികൾ കലപില ശബ്ദമുണ്ടാക്കി. അതിൽ കരുത്തനായ ഒരു പക്ഷി ഒന്നിനെ തള്ളി താഴെയിട്ട് കൊത്തിക്കീറി കൊന്നുകളഞ്ഞു. അതിൻ്റെ കുടൽമാല പുറത്ത് ചാടിയിരുന്നു. ബാക്കി എല്ലാ പക്ഷികളും പറന്നകന്നു. ഖമർ അൽ സൽമാൻ ചത്തുകിടക്കുന്ന പക്ഷിയുടെ സമീപമെത്തി. അതിൻ്റെ കീറിയ ഉദരത്തിൽ നിന്ന് എന്തോ പുറത്തേക്ക് തള്ളി നിൽക്കുന്നു. സൂക്ഷിച്ചു നോക്കിയപ്പോൾ അത്ഭുതമാണ് തോന്നിയത്. തൻ്റെ സർവ്വദുരിതത്തിനും കാരണമായ രാജകുമാരിയുടെ മാന്ത്രിക രത്നക്കല്ലായിരുന്നു അത്. അദ്ദേഹം ആ അമൂല്യ രത്നവുമായി തിരികെ വസതിയിലേക്ക് നടന്നു. പിറ്റേന്ന് പതിവ് പോലെ ഖമർ അൽ സൽമാൻ തോട്ടത്തിൽ പണിയുകയായിരുന്നു. ഒരു ഭാഗത്ത് കിളച്ചപ്പോൾ ഒരു പിത്തളത്തകടിൽ വെട്ടുകൊണ്ടു. അത് മാറ്റി നോക്കിയപ്പോൾ താഴേക്ക് ഇറങ്ങാൻ പാകത്തിൽ കുറേ പടികൾ. അതിൽ കൂടി അയാൾ സാവധാനം ഇറങ്ങി ഭൂഗർഭ അറയിലെത്തി. അവിടെ കുറച്ച് കുടങ്ങളിലായി എന്തോ മൂടി വച്ചിരിക്കുന്നു. ഓരോ മൂടിയും തുറന്നു നോക്കി. അതിലെല്ലാം സ്വർണത്തിൻ്റെ പൊടി നിറച്ച് വെച്ചിരിക്കുന്നു. അയാൾ ഓടി വൃദ്ധൻ്റെ സമീപമെത്തി കാര്യങ്ങൾ പറഞ്ഞു. ആ വൃദ്ധൻ സന്തോഷത്തോടെ നീയാണ് അതിൻ്റെ അവകാശിയെന്നറിയിച്ചു. വേഗം തന്നെ കുടങ്ങൾ ആ അറയിൽ നിന്ന് പുറത്തെത്തിച്ചു. പകുതിയെങ്കിലും ഇതിൽ നിന്ന് സ്വീകരിക്കണമെന്ന ഖമർ സൽമാൻ്റെ അഭ്യർത്ഥന അവനെ മുഷിപ്പിക്കണ്ട എന്ന് കരുതി എടുത്തുകൊള്ളാമെന്ന് സമ്മതിച്ചു. ആർക്കും സംശയം തോന്നാതിരിക്കാൻ വേണ്ടി എല്ലാ കുടത്തിനു പുറത്തും ഒലിവെണ്ണ നിറയ്ക്കാൻ ആ വൃദ്ധൻ നിർദ്ദേശിച്ചു. കുമാരൻ അത് അനുസരിക്കുകയും ചെയ്തു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ കുമാരി താമസിക്കുന്ന ദ്വീപിലേക്കുള്ള കപ്പൽ തുറമുഖത്തെത്തി. ആ വൃദ്ധൻ നേരിട്ട് പോയി കുമാരൻ്റെ കപ്പൽ യാത്രയ്ക്ക് വേണ്ട ഏർപ്പാടുകൾ ചെയ്തു. പുത്രന് തുല്യം സ്നേഹിച്ചിരുന്ന രാജകുമാരൻ്റെ വിയോഗം ആ വൃദ്ധന് സഹിക്കാൻ കഴിഞ്ഞില്ല. കപ്പിത്താനെ സന്ദർശിച്ച ആ രാത്രി തന്നെ അയാൾ അവശനായി കഴിഞ്ഞിരുന്നു. പുലർച്ചെ തന്നെ കപ്പിത്താൻ ജോലിക്കാരെയും കൂട്ടി വന്ന് കുടങ്ങളെല്ലാം കപ്പലിലെത്തിച്ചു. കപ്പൽ ഉടൻ തന്നെ പുറപ്പെടുമെന്നും അധികം വൈകരുതെന്നും ഖമർ സൽമാനെ അറിയിച്ചു. തൻ്റെ പിതാവിന് തുല്യം സ്നേഹിക്കുന്ന വൃദ്ധനോട് യാത്ര പറഞ്ഞിട്ട് വേഗം എത്തിക്കൊള്ളാമെന്ന് കപ്പിത്താനെ അറിയിച്ചു. കുമാരൻ യാത്ര ചോദിക്കുന്നതിനായി വൃദ്ധന് സമീപം എത്തി. അദ്ദേഹം കണ്ണടച്ച് കിടക്കുകയായിരുന്നു. കുലുക്കി വിളിക്കാൻ ശ്രമിച്ചപ്പോൾ ശരീരം തണുത്തിരിക്കുന്നു. ശ്വാസവും നിലച്ചിരിക്കുന്നു. കുമാരൻ ഒരു നിലവിളിയോടെ അദ്ദേഹത്തിൻ്റെ ശരീരത്തിലേക്ക് വീണു. ഇങ്ങനെ ദുഃഖിച്ചിട്ട് ഫലമില്ല എന്നുള്ളത് കൊണ്ട് ദുഃഖത്തെ നിയന്ത്രിച്ചു. തന്നെത്താൻ ആ ശരീരത്തെ കുളിപ്പിച്ചു. വെള്ളവസ്ത്രം ധരിപ്പിച്ച് പ്രാർത്ഥന നടത്തി. തോട്ടത്തിൻ്റെ ഒരു ഭാഗത്ത് കുഴിവെട്ടി ചുമന്ന് കുഴിയിലെത്തിച്ച് മൂടി. കുറച്ചു നേരം ദുഃഖത്തോടെ അവിടെ നിന്നു. നേരം സന്ധ്യയോടെ അടുത്തിരിക്കുന്നു. പരിഭ്രമത്തോടെ വീടും തോട്ടത്തിലെ വാതിലും ബന്ധിച്ചിട്ട് താക്കോൽ കയ്യിൽ സൂക്ഷിച്ചു തുറമുഖത്തേക്ക് ഓടി. കപ്പലിൻ്റെ പൊടി പോലും അവിടെ ഉണ്ടായിരുന്നില്ല. തൻ്റെ കഷ്ടകാലമോർത്ത് തലയ്ക്കടിച്ച് അദ്ദേഹം കുറേ നേരം അവിടെയിരുന്നു. നേരം പാതിരാത്രിയായപ്പോൾ അവിടെ നിന്നും തിരികെ തോട്ടത്തിലേക്ക് പോയി. ഇനി 1 വർഷം കാത്തിരിക്കണം അടുത്ത കപ്പലെത്താൻ. കുറച്ചു നാളത്തെ യാത്രയ്ക്ക് ശേഷം കുമാരി താമസിക്കുന്ന ദ്വീപിൽ കപ്പലടുത്തു. പുതിയ ഭരണാധികാരിയുടെ കൊട്ടാരത്തിന് സമീപമാണ് തുറമുഖം. ഭർത്താവിനെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ തുറമുഖത്തടുക്കുന്ന കപ്പലുകളിലെല്ലാം അന്വേഷണം നടത്തുമായിരുന്നു. പുതുതായി നങ്കൂരമിട്ട കപ്പലിലെ കപ്പിത്താനെയും തൻ്റെ മുന്നിൽ ഹാജരാക്കാൻ ഉത്തരവിട്ടു. കപ്പലിലെ യാത്രക്കാരെക്കുറിച്ച് അദ്ദേഹത്തോട് അന്വേഷിച്ചെങ്കിലും താനും ജോലിക്കാരും മാത്രമേ കപ്പലിൽ ഉള്ളൂ എന്ന് അറിയിച്ചു. ചരക്കുകളെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ തുണിത്തരങ്ങളും സുഗന്ധവസ്തുക്കളും കൂടാതെ കുറച്ച് കുടങ്ങളിലായി ഒലിവെണ്ണയുണ്ടെന്ന് അറിയിച്ചു. ഒലിവെണ്ണയോടുള്ള പ്രിയമുള്ളതിനാൽ അത് തനിക്ക് വിൽക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഇത് കേട്ട കപ്പിത്താൻ പറഞ്ഞു, അല്ലയോ തമ്പുരാനെ, അതൊരു പാവപ്പെട്ട കച്ചവടക്കാരൻ്റെയാണ്. അയാൾ കൂടി കപ്പലിൽ കയറേണ്ടതായിരുന്നു. പക്ഷേ സമയത്തെത്തിയില്ല. അനുകൂലമായ കാറ്റ് നഷ്ടപ്പെടാതിരിക്കാൻ എനിക്ക് അയാളെ ഉപേക്ഷിച്ച് യാത്രയാകേണ്ടി വന്നു. ആളില്ല എന്നുള്ളത് കൊണ്ട് കുഴപ്പമില്ല, ഞാൻ നല്ല രീതിയിൽ വില നൽകാം. ഓരോ കുടത്തിനും നല്ല വില നൽകി അവ വാങ്ങി.
അത് അന്തഃപുരത്തിലേക്ക് മാറ്റാൻ ആ രാജാവ് കൽപ്പിച്ചു. പിന്നീട് കപ്പിത്താനെ പറഞ്ഞയക്കുകയും ചെയ്തു. രാത്രിയിൽ കുമാരി കുടം തുറന്ന് കുറച്ച് എണ്ണ ഒരു പാത്രത്തിലേക്ക് പകർന്നു. എണ്ണയോടൊപ്പം എണ്ണയിൽ കുതിർന്ന സ്വർണ്ണത്തരികളും പാത്രത്തിലേക്ക് വീണു. അത്ഭുതത്തോടെ ഓരോ പാത്രവും തുറന്നു. എല്ലാ കുടത്തിലെയും സ്വർണ്ണപ്പൊടിയുടെ മുകളിൽ പൊടി മൂടാൻ വേണ്ടി മാത്രം ഒലിവെണ്ണ ഒഴിച്ചിരിക്കുന്നു. അവസാന കുടം തുറന്ന് പാത്രത്തിലേക്ക് കമഴ്ത്തിയപ്പോൾ സ്വർണ്ണപ്പൊടിയോടൊപ്പം ഒരു രത്നക്കല്ല് പാത്രത്തിലേക്ക് വീണു. അത് കണ്ടപ്പോൾ എന്തു ചെയ്യണമെന്നറിയാതെ കുമാരി അവിടെ തന്നെ കുറേ സമയം നിന്നുപോയി. വിവരം അവിടുത്തെ കുമാരിയോട് മാത്രം പറഞ്ഞു. നേരം വെളുത്തപ്പോൾ ആദ്യം തന്നെ ഉത്തരവിട്ടു, കപ്പിത്താനെ തൻ്റെ മുന്നിൽ ഹാജരാക്കുക. ഭയത്തോടെ വേഗം തന്നെ കപ്പിത്താൻ കുമാരൻ്റെ മുന്നിൽ ഹാജരാക്കപ്പെട്ടു. ആ കപ്പിത്താനോട് ചോദിച്ചു, നമുക്ക് ഒലിവെണ്ണ വിറ്റ ആളിനെ വീണ്ടും കണ്ടെത്താൻ കഴിയുമോ? എനിക്ക് പരിചയമുള്ള ഒരു വൃദ്ധനാണ് അയാളെ പരിചയപ്പെടുത്തി തന്നത്. വൃദ്ധൻ്റെ വീട് എനിക്കറിയാം. ചിലപ്പോൾ അയാൾ അവിടെയുണ്ടാകും. കപ്പൽ വേഗം തന്നെ അവിടേക്ക് പോകണം. അയാൾ നമ്മുടെ കടക്കാരനാണ്. അയാളെ ബന്ധിച്ചോ അല്ലാതെയോ തൻ്റെ മുന്നിൽ ഹാജരാക്കണം. കപ്പിത്താൻ അപ്പോൾ തന്നെ കുമാരൻ്റെ ദ്വീപിലേക്ക് യാത്ര തിരിച്ചു. ഉദ്ദേശിച്ച സമയത്തിന് മുമ്പ് തന്നെ അവിടെ എത്തി. രാത്രിയിലാണ് അവിടെ എത്തിയത്. എങ്കിലും സമയം പാഴാക്കാതെ ആ വീടിൻ്റെ വാതിലിൽ മുട്ടി വിളിച്ചു. ഖമർ അൽ സൽമാൻ വന്ന് വാതിൽ തുറന്നതും അയാളെ പൊക്കിയെടുത്ത് കപ്പലിൽ കയറ്റി. എന്തൊക്കെയോ ചോദിച്ചെങ്കിലും ഒന്നിനും മറുപടി കൊടുത്തില്ല. കുറേ ദിവസത്തെ യാത്രയ്ക്ക് ശേഷം കുമാരി താമസിക്കുന്ന ദ്വീപിൽ കപ്പൽ എത്തിച്ചേർന്നു. കച്ചവടക്കാരനെ രാജാവിൻ്റെ മുന്നിൽ ഹാജരാക്കപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ മുഷിഞ്ഞ വേഷവും അവസ്ഥയും കണ്ടിട്ട് കുമാരിക്ക് വല്ലാത്ത ദുഃഖം തോന്നി. എന്നാലും അതൊക്കെ നിയന്ത്രിച്ചു. പിറ്റേന്ന് ചോദ്യം ചെയ്യാമെന്ന് പറഞ്ഞ് തൻ്റെ ഭർത്താവിൻ്റെ പരിചരണത്തിന് രഹസ്യമായി നിയോഗിച്ച ഉദ്യോഗസ്ഥനെ വിളിച്ച് കൂട്ടിക്കൊണ്ടുപോകാൻ ആജ്ഞാപിച്ചു. കൊട്ടാരത്തിൻ്റെ സമീപത്തുള്ള ഒരു കെട്ടിടത്തിലേക്കാണ് അദ്ദേഹത്തെ ആ ഉദ്യോഗസ്ഥൻ കൂട്ടിക്കൊണ്ടുപോയത്. അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുവന്നതിന് കപ്പിത്താന് വില കൂടിയ ഒരു വജ്രം സമ്മാനമായി നൽകി. കൂലിയുടെ 10 മടങ്ങ് കിട്ടിയ സന്തോഷത്തിൽ അദ്ദേഹം രാജാവിനെ വണങ്ങിയിട്ട് അവിടെ നിന്നും യാത്രയായി. അദ്ദേഹത്തെ രാത്രിയിൽ തന്നെ തൻ്റെ ശയനമുറിയുടെ സമീപത്തുള്ള മുറിയിൽ എത്തിക്കണമെന്ന് ഉദ്യോഗസ്ഥനോട് ആജ്ഞാപിച്ചു. അദ്ദേഹം അതുപോലെ ചെയ്തു. കുളിച്ച് വേഷം മാറി വന്ന ഭർത്താവിനെ നോക്കി കുറേ നേരം നിന്നു. പിന്നീടാണ് താൻ രാജാവാണല്ലോ എന്ന ബോധമുണ്ടായത്. തന്നെ കുമ്പിടാൻ നോക്കിയ ഭർത്താവിനെ തടഞ്ഞ് ഈ രത്നത്തിൻ്റെ മൂല്യം എത്രയാണെന്ന് കയ്യിലിരിക്കുന്ന രത്നം കാണിച്ചിട്ട് അന്വേഷിച്ചു. രത്നം വാങ്ങി ഒറ്റ നോട്ടത്തിൽ തന്നെ തൻ്റെ എല്ലാ സൗഭാഗ്യങ്ങളും നഷ്ടപ്പെടാൻ കാരണമായ രത്നമാണ് ഇതെന്ന് അറിയിച്ചു. അർഹതയില്ലാതെ എനിക്ക് ലഭിച്ച രത്നം നഷ്ടപ്പെടുത്തിയവനാണ് ഞാൻ. എന്നേക്കാൾ നിർഭാഗ്യവാനായ ഒരു ഭർത്താവ് ലോകത്തുണ്ടാവുകയില്ല. ഇത് കേട്ട കുമാരി പറഞ്ഞു, ഒരു നിമിഷം നിൽക്കൂ, ഞാൻ ഇതാ വരുന്നു. അവൾ വേഗം തന്നെ ചെറിയൊരു മുറിയിൽ കയറി തൻ്റെ പുരുഷവസ്ത്രം ഊരി മാറ്റി. അവർ വേർപിരിഞ്ഞപ്പോൾ ധരിച്ചിരുന്ന വസ്ത്രം ധരിച്ചു തിരികെ എത്തി. തൻ്റെ നേരെയെടുക്കുന്ന കുമാരിയെ കണ്ട് ഒരു ഭ്രാന്തനെ പോലെ മുന്നോട്ടോടി പരസ്പരം കെട്ടിപ്പുണർന്നു. പ്രഭാതത്തിൽ കുമാരി അവിടുത്തെ രാജാവിൻ്റെ മുന്നിൽ സ്ത്രീവേഷത്തിലാണ് എത്തിയത്. അവർ രാജാവിനോട് നടന്ന സംഭവങ്ങൾ തുറന്നു പറഞ്ഞു. മകളെ ഖമർ അൽ സൽമാൻ വിവാഹം കഴിക്കുന്നത് തനിക്ക് സമ്മതമാണെന്നും അറിയിച്ചു. ഖമർ അൽ സൽമാനോടും ഉണ്ടായ സംഭവങ്ങൾ വിവരിച്ചു. വേഷം കെട്ടിയ ഖമർ അൽ സൽമാന് വിവാഹം കഴിപ്പിച്ചു കൊടുത്ത രാജാവിന് യഥാർത്ഥ വ്യക്തിക്ക് വിവാഹം കഴിച്ചു കൊടുക്കുന്നതിന് യാതൊരു വിഷമവും ഉണ്ടായിരുന്നില്ല. വലിയ ആർഭാടമില്ലാതെ അധികം ആരും അറിയാതെ കൊട്ടാരത്തിൽ വെച്ച് തന്നെ വിവാഹം നടത്തപ്പെട്ടു. 2 ഭാര്യമാരുമായി ഖമർ അൽ സൽമാൻ ആ ദ്വീപിൻ്റെ ഭരണം ഏറ്റെടുത്തു. 1 വർഷത്തിന് ശേഷം അവർക്ക് 2 പേർക്കും ഓരോ പുത്രന്മാർ ഉണ്ടായി. മൂത്ത കുട്ടിക്ക് അംജിയാദ് എന്നും ഇളയവന് ആസാദ് എന്നും പേര് നൽകി. ബാക്കി അടുത്ത ഭാഗത്തിൽ കേൾക്കാം.